ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് ആണ് ഇന്ന് എടുക്കുന്നത്. അതിൽ ഗൈഡൻസിൽ ജസ്റ്റ് ചോദിക്കാൻ പോകുന്നത് ചെറിയ റീഡിങ്, ക്വിക്ക് റീഡിങ്. ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിപ്പോൾ എന്താ ആഴ്ച? വ്യാഴം, വെള്ളി. ഓക്കെ, വെള്ളിയല്ലേ? ഓക്കെ, അടുത്ത 1 വീക്ക്, അടുത്ത ഫ്രൈഡേക്കുള്ളിൽ. ഓക്കെ, അതായത് ഐ തിങ്ക് അപ്പോഴേക്കും 15th ഒക്കെ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഒരു 15th ഉള്ളിൽ അടുത്ത ഒരു 7 ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് ഒരു കാർഡ് ഒരു മെസ്സേജും. ഓക്കെ, വാട്ട് ഈസ് കമ്മിങ് ഫോർ യു ഇൻ ദ നെക്സ്റ്റ് 7 days? ക്ലെയിം ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാൻ നമുക്ക് നോക്കാം. പൈൽ വെച്ചിട്ടുണ്ട്. സോ പൈൽ 1 ഇത് റെഡ് ജാസ്പർ എന്ന് പറയുന്ന റെഡ് കളർ ക്രിസ്റ്റലാണ്. ഇത് റോസ് കോഡ്സിൻ്റെ ക്രിസ്റ്റലാണ്. ഓക്കെ, പിങ്ക് കളർ. തേർഡ് വൺ ഇത് യെല്ലോ കാൽസൈറ്റ് എന്ന് പറയും. ഓക്കെ, ഐ തിങ്ക് യെല്ലോ ജാസ്പറോ യെല്ലോ കാൽസൈറ്റോ ആണ്. സോ 3 കളറുണ്ട് ഇവിടെ, റെഡ്, പിങ്ക്, യെല്ലോ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, പൈൽ 1, പൈൽ 2, പൈൽ 3. സോ ഞാൻ പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1കാർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് 7 days വരുന്ന എന്താണ്? 6 of Pentacles. ഓക്കെ, വെരി ഗുഡ്. സോ ഇവിടെ നിങ്ങൾ എന്ത് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ അതായത് നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും തിരിച്ച് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ആർക്കെങ്കിലും പണം കൊടുത്ത് സഹായിച്ചു, അത് നിങ്ങൾക്ക് തിരിച്ചു വരും. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെയാവാം. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തത്, ഓക്കെ, ആ ഹെൽപ്പിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ഒരു ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഏതെങ്കിലും തരത്തിലൊരു ബ്ലെസ്സിങ് ആയിട്ടെങ്കിലും തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും. കർമ്മ എന്ന രീതിക്കാണ് നമ്മൾ കാർഡിനെ എടുക്കുക. അതായത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതുവരെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ തുടങ്ങും എന്നാണ് കാണുന്നത്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പണത്തിൻ്റെ കാര്യമാണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയർ, എന്ത് തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഒരു ബാലൻസിങ് വരും. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുകയാണ്. സോ യൂണിവേഴ്സ് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതിപ്പോൾ ഈവൻ പാസ്റ്റ് ലൈഫിൻ്റെ ആയിരിക്കാം നമ്മൾ പറയുന്ന കർമ്മയുടെ കാര്യം പറയാറുണ്ട്. സോ കർമ്മ, നിങ്ങൾ ചെയ്ത നല്ല കർമ്മയ്ക്കൊക്കെ നിങ്ങൾക്കൊരു തിരിച്ച് ഒരു നല്ലൊരു പ്രതിഫലം യൂണിവേഴ്സിന് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അഗൈൻ ഇത് ഞാൻ പറഞ്ഞ പോലെ പണത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുന്ന രീതിക്കായിരിക്കും. ഈവൻ ഡൊണേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സോ എവിടെയോ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതി കാണുന്നുണ്ട്. അഗൈൻ കരിയറിനൊക്കെ വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങളുടെ എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട്, നിങ്ങളുടെ ഒരു നല്ലൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഫൈനാൻഷ്യലി എന്തെങ്കിലും നല്ല ഗുണങ്ങൾ വരിക. നിങ്ങൾ ആർക്കെങ്കിലും റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റ് തിരിച്ച് കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കെയർ നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ ആരിൽ നിന്നാണോ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ അങ്ങോട്ടാണ് ചെയ്തതെങ്കിൽ ഇനി ഇങ്ങോട്ട് കിട്ടാനുള്ള സമയമായി. ഓക്കെ, സോ ബി റെഡി ടു റിസീവ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആക്ച്വലി യെസ്, അതാണ് വേണ്ടത്. നിങ്ങൾ റിസീവ് ചെയ്യാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ പറയാം. ഐ ഡിസേർവ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലെപ്പോഴും വിശ്വസിക്കുക. ഓക്കെ, അത് പറയാൻ ശ്രമിക്കുക. ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ഒരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, സോ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയില്ലേ ഒരു സിറ്റുവേഷൻ്റെ മാറ്റം എന്ന രീതിക്ക് എടുക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ടാണ് ഇതുവരെ ചെയ്തതെങ്കിൽ ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ പോവാണ്. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ സമയം എന്ന് പറയാം. സോ മെയിൻലി അതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കാണാൻ തുടങ്ങുന്നതായിരിക്കാം. ഒരു ചേഞ്ചസ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന രീതിക്കാണ്. ഹീലിംഗ്. ഓക്കെ, എന്തായാലും ഹീലിംഗ് വരുന്നുണ്ട് എന്ന രീതിക്കുമാണ്. ഓക്കെ, ഹെൽത്ത് വൈസും ഹീലിംഗ് എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. സോ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈൽ ഇതായിരുന്നു. ഓക്കെ, നമുക്ക് മാറ്റി വയ്ക്കാം. സെക്കൻഡ് പൈൽ റോസ് കോഡ്സ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അടുത്ത 7 days നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? 7 days, നെക്സ്റ്റ് 7 days വേണ്ട, 7 days നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? കിങ് ഓഫ് വൺസ് എനർജി. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, സോ ഇവിടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു ഓഫറും ആവാം, കരിയർ ഓഫർ ആയിരിക്കാം, കരിയർ ജോലിയിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, കരിയറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം വരുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരുന്ന രീതിക്കുമായിരിക്കാം. ഒരു പേഴ്സൺ അതിപ്പോൾ അഗൈൻ റൊമാൻറ്റിക് ആവണം നിർബന്ധമില്ല. ഒരു
നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഭാഗത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമെന്ന രീതിക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ കരിയർ ഗ്രോത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരാനുള്ള സാധ്യതയാണ്, പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് മെയിൻലി ഇപ്പോൾ നമ്മൾ കിട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരു ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന പോലെ, ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് കാണുന്ന പോലെയാണ്. യെസ്, ഓക്കെ, ഞാൻ ജസ്റ്റ് എന്തായാലും ഇവിടെ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന കൂടിയായിരിക്കാം. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളെ ഒരു ബ്രദർ പോലെ ആയിരിക്കാം, ഒരു ഫ്രണ്ട് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോലെ കാണുന്നുണ്ട്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഓക്കെ, മേ ബി നിങ്ങൾ ലൈക്ക് ആർട്ടിസ്റ്റ്, അങ്ങനത്തെ വല്ല കാര്യങ്ങളാണ്, ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനത്തെ വല്ലതൊക്കെ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഒരു മുന്നോട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ സിസ്റ്റർ, ഇപ്പോൾ എപ്പോഴും ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ റീഡിങ് ചെയ്യാനിരുന്ന് വാതിലൊക്കെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് അവിടെ പുറത്ത് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഞാനിവിടെ കൂടി ഇരുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കും ആൾ ബാക്കിന്ന്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള അഡ്വൈസ്, അല്ലെങ്കിൽ ഗൈഡൻസ് കാർഡ്. ലവ്, ഓക്കെ, യെസ്, ഇത് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പോലെ, ആക്ച്വലി ഇതൊരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. സോ പെട്ടെന്നൊരു നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ അവർ വരുന്നത്. ആക്ച്വലി മാറിപ്പോയ ആരെങ്കിലും, ഓക്കെ, വിട്ടുപോയ ആരെങ്കിലും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. ലവ് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് സ്നേഹമാണ് ഇത് കൂടുതലും കാണുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, സോ ഇത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലെ ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവരെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സ്നേഹം എന്ന രീതിക്ക് പ്രതീക്ഷിക്കാം, ഒരു നല്ലൊരു കമ്പാനിയൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ വ്യക്തി തന്നെ തിരിച്ചു വരുന്നതായിരിക്കാം. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പൈലുകാർക്ക്. അഗൈൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അതൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ നമ്മൾ ഇത് ലവ് വന്നതുകൊണ്ട്, ഓക്കെ, സോ മേ ബി നമുക്ക് നിങ്ങൾക്കൊരു പേഴ്സൺ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, പൈൽ 3 യെല്ലോ കാൽസൈറ്റ്, യെല്ലോ സംതിങ്. ഓക്കെ, എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് എക്സാക്റ്റ് അറിയില്ല. ഓക്കെ, ഹലോ, ഓക്കെ, നിങ്ങൾക്ക് തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് വരുന്നത് അടുത്ത 7 ഡേയ്സിൽ? നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് അടുത്ത 7 ഡേയ്സ്? ജസ്റ്റിസ്, വെരി ഗുഡ്. ഓക്കെ, സി ഇവിടെ നിങ്ങൾക്ക്, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബേർഡനായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ നിങ്ങൾക്കൊരു ശരിക്കും ഒരു കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് നടക്കുന്ന രീതിക്കൊക്കെ ആണെങ്കിൽ, ഓക്കെ, അതിൽ ന്യായം നിങ്ങൾക്കായിരിക്കും കിട്ടുക എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് കാർഡാണ്. സോ മെയിൻലി യെസ്, നിങ്ങൾക്ക് ന്യായം നിങ്ങളുടെ ഭാഗത്തായിരിക്കും. നിങ്ങൾ ജയിക്കുന്ന രീതിക്കാണ്. നിങ്ങൾക്ക് ഒരു കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ന്യായമായത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ ന്യായം വരുന്നു എന്ന രീതി കൂടി ആയിരിക്കും. അതിപ്പോൾ കോർട്ട് കേസ് ആവണമെന്നില്ല, എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ന്യായമായ ഒരു വിധി, ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. സോ നിങ്ങൾ തന്നെ നിങ്ങളോട് ആരെങ്കിലും ന്യായം ചെയ്യും എന്നുമായിരിക്കാം. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്നൊരു മാപ്പ് പറയില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മേ ബി ഗവൺമെൻറ് കാര്യങ്ങളിൽ എന്തെങ്കിലും, എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, ഗവൺമെൻറ് അല്ലെങ്കിൽ ലോയർ അങ്ങനത്തെ വല്ലതും എന്തെങ്കിലും എക്സാംസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അതെനിക്കെന്തോ പെട്ടെന്ന് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാധകമാണെങ്കിൽ ഓക്കെ എടുക്കാം. ദെൻ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ ക്യാരി ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നല്ലോണം ഭാരങ്ങൾ നിങ്ങളുടെ മേലെ എടുത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഫൈനലി നിങ്ങൾക്കൊരു റിലീഫ് ഫീൽ ചെയ്യും, നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ന്യായം കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ ഒരു സമാധാനം ഫീൽ ചെയ്യും. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ മുന്നോട്ട് നടക്കും എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്താലും ഓക്കെ അതിൽ എപ്പോഴും നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു കാർഡ് കൂടി, ഇമോഷൻസ്, ക്ലാരിറ്റി. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നുമായിരിക്കും, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ആക്ച്വലി ഇതും അത് തന്നെയാണ്, ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, ഇവിടെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ആയിട്ട് വരും എന്നുകൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് തെളിവായിട്ട് മനസ്സിലാവാൻ തുടങ്ങും ചില കാര്യങ്ങൾ. അതിൻ്റെ ഇവിടെ ക്ലാരിറ്റി അഗൈൻ കാണുന്നുണ്ട്. സോ ഇത് സൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് വരിക എന്ന രീതിക്കാണ് പറയാം. സോ ഇവിടെയും നമുക്കൊരു ക്ലാരിറ്റി കാണുന്നുണ്ട്. സോ ആൻഡ് പോസിറ്റിവിറ്റിയും ഉണ്ട്. സോ സണ്ണിൻ്റെ കാർഡ് തന്നെയാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും ആൻഡ് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ഇമോഷണലി നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് ബേർഡൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ബട്ട് അതിനൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. കാരണം കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിക്ക് എടുക്കാം. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ബേർഡൻ, നിങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ള ഭാരങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു വരും. എന്നിവിടെ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും അതിനുശേഷം ഒരു പോസിറ്റിവിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും ഹാപ്പിനെസ് ആണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു ഭാരം നിങ്ങളുടെ മനസ്സിന്ന് ഒഴിയും എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ആ ഭാരങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് കാണുന്നത്. യെസ്, ആ ക്ലാരിറ്റി വരുന്നത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദുഃഖങ്ങൾ ഉണ്ടാക്കാം. മീൻസ് ഒരു സങ്കടമായിട്ട് തോന്നാം. ബട്ട് എവിടെയോ ഐ തിങ്ക് നിങ്ങൾക്കൊരു റിലീഫാണ് ഫീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ശരി, ഇനിയിപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അത്തരത്തിലൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന, യെസ്, നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന ഒരു എനർജിയാണ് എനിക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ തീരുമാനിക്കും ദാറ്റ് ഇനി ജസ്റ്റിസ്, അതായത് ഓക്കെ ഇനി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങളൊരു ഡെസിഷൻ എടുക്കും എന്ന രീതി കൂടിയായിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ലീഗൽ മാറ്റേഴ്സിലൊക്കെ എന്നിവ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് യെസ് ആണ്. ഐ മീൻ നിങ്ങൾ ജയിക്കും എന്നുള്ള രീതിയിലാണ്. എനിവേ, ഓക്കെ, ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. വളരെ ഷോർട്ടായിട്ട് എടുക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.